ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര ടാരോ. ഫ്രണ്ട്സ്, ഇന്നത്തെ റീഡിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് ലൂണാർ എക്ലിപ്സ് ആണ്. അപ്പോൾ ഈ ചന്ദ്രഗ്രഹണം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്, അപ്പം അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. ഈ ലൂണാർ എക്ലിപ്സിൽ അല്ലെങ്കിൽ ഈ പൂർണ്ണ ചന്ദ്രദിനത്തിലെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, ഈ ദിവസം ഹോലിയാണ്. ഹോലി എന്തിന് നമ്മൾ കൊണ്ടാടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയാം. ഹിരണ്യകശിപുവിൻ്റെ മകനായ പ്രഹ്ലാദൻ, ഹിരണ്യകശിപു തന്നെ മകനെ അവരുടെ പെങ്ങളുടെ കൂടെ ഇരുത്തിയിട്ട് അഗ്നിക്ക് ഇരയാക്കാൻ വേണ്ടിയിട്ട്, മീൻസ് അവരെ പ്രഹ്ലാദനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ഈശ്വര വിശ്വാസിയായിരുന്നു. എന്നും ഈശ്വരനിൽ സ്വയം അർപ്പിക്കുന്ന ഒരു പേഴ്സണായിരുന്നു. അപ്പോൾ ഹോലിക എന്നാണ് ഈ ഹിരണ്യകശിപുവിൻ്റെ പെങ്ങളുടെ മീൻസ് സഹോദരിയുടെ പേര്. അപ്പോൾ ഹോലികയ്ക്ക് ഒരു വരദാനം ഉണ്ടായിരുന്നു. ഹോലിക ഫയർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മീൻസ് അവർക്ക് അഗ്നി അവരെ തൊടില്ല, അഗ്നി അവരുടെ അടുത്തേക്ക് പോവില്ല, അങ്ങനെയുള്ള ഒരു വരദാനം അവർക്കുണ്ടായിരുന്നു. അപ്പോൾ ഹിരണ്യകശിപു പ്രഹ്ലാദനെ ഹോലികയുടെ മടിയിലിരുത്തിയിട്ട് മീൻസ് കത്തിക്കാൻ നോക്കി, മീൻസ് അഗ്നിക്ക് ഇരയാക്കാൻ നോക്കി. പക്ഷേ പ്രഹ്ലാദൻ്റെ ഭക്തി കൊണ്ട്, അല്ലെങ്കിൽ പ്രഹ്ലാദൻ്റെ സറണ്ടർ ചെയ്തില്ലേ പ്രഹ്ലാദൻ ഈശ്വരനിൽ, അതുകൊണ്ട് ഈശ്വരൻ പ്രഹ്ലാദനെ രക്ഷിച്ചു. ഹോലിക അഗ്നിക്കിരയായി. അതിൻ്റെ സന്തോഷത്തിലാണ് ഹോലി കൊണ്ടാടണത്, പിറ്റേ ദിവസം ഹോലി കൊണ്ടാടണത്. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നാലെ ഉള്ള ഐതിഹ്യം. ഇതെന്താണെന്ന് പറഞ്ഞാൽ, എല്ലാവരും വിശ്വസിക്കുന്ന എന്താണെന്ന് പറഞ്ഞാൽ, ഹോലി തലേ ദിവസം നമ്മളുടെ ഈഗോ അല്ലെങ്കിൽ നമ്മളുടെ അഹങ്കാരം അതിനെ നമ്മൾ കത്തിച്ച് കളയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ലൈറ്റ് ഫീലിംഗ് നമ്മൾക്ക് വരുന്നത്. നമ്മളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ഒരു സന്തോഷം വരുന്നത്. അപ്പോൾ എപ്പോഴും ഇതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മളുടെ ഈഗോ അല്ലെങ്കിൽ നമ്മളുടെ ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ പറയുന്നുണ്ട്, ഹോലികയ്ക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഹോലിക അല്ലെങ്കിൽ ഹിരണ്യകശിപുവിനും ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഹോലിക ഒരിക്കലും മരിക്കില്ല അല്ലെങ്കിൽ അവർ അഗ്നിയിൽ നിന്ന് പുറത്ത് വരുന്നുള്ള ഒരു വിശ്വാസം അവർക്കുള്ളത് കൊണ്ട് ആ വിശ്വാസത്തിൽ അവർ അഹങ്കരിച്ചിരുന്നു. അതാണ് അതിൻ്റെ ഉള്ളതിൽ കൂടുതൽ അഹങ്കരിക്കുന്ന ആ ആൾക്കാർക്ക്, ഇല്ലാത്തവരെ നമ്മൾ ഈശ്വരനിൽ സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സന്തോഷം, നമുക്ക് കിട്ടുന്ന സെക്യൂരിറ്റി, നമുക്ക് കിട്ടുന്ന സേഫ്റ്റി, നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞ ഹോലിയുടെ മഹത്വം. അപ്പോൾ ഇന്ന് പിന്നെ ലൂണാർ എക്ലിപ്സും ആയതുകൊണ്ട് ഇതിൻ്റെ എനർജി നമ്മളുടെ ജീവിതത്തിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ജീവിതത്തിൽ എന്തായിരിക്കും, അതിനെപ്പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ്. അപ്പം എല്ലാവരും എൻ്റെ റീഡിങ്ങിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അത് ഇനിയും നിങ്ങൾ ഇഷ്ടപ്പെടണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ചാനലിനെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നോക്കാം, നമ്മൾക്ക് ഇത് 2 പൈലാണ്. ഇത് ഗോൾഡൻ കളർ റിങ്, ഇത് സിൽവർ കളർ റിങ്. ഓക്കെ, അപ്പോൾ ഗോൾഡൻ കളർ റിങ്ങാണ് ഫസ്റ്റ് പൈല്, അത് സെക്കൻഡ് പൈല്. സോ ഫസ്റ്റ് പൈൽ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവർക്ക് ലൂണാർ എക്ലിപ്സ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ എന്താണ് വരാൻ പോകുന്നത് അതിനെ പറ്റിയുള്ള ചെറിയ റീഡിംഗ് ആണ്. ഓക്കെ, സോ നോക്കാം, നിങ്ങളുടെ ഈ ഫസ്റ്റ് പൈൽ ആരാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ലൂണാർ എക്ലിപ്സിന് ശേഷം എന്താണ് വരാൻ പോണത്, അവരുടെ ജീവിതത്തിൽ എന്ത് സന്തോഷങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോണത്, എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത്. ഓക്കെ, സോ എന്തൊക്കെയാണെങ്കിലും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ വരാൻ പോണ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇമോഷണലി ഭയങ്കരമായിട്ട് സ്റ്റേബിൾ ആവാൻ പോവുകയാണ്. ഓക്കെ, മാനിഫെസ്റ്റേഷൻ,
നിങ്ങളുടെ ഫുൾഫിൽ ആവാൻ പോവുകയാണ്. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് നടക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് നല്ല നല്ല റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെ ആരെങ്കിലും മീൻസ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നല്ല റിസൾട്ടാണ് വരാൻ പോണത്. അതും പെട്ടെന്നാണ് വരാൻ പോണത്. ഓക്കെ, സോ പിന്നെയും നോക്കാം ഇതിലെന്താ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് കിട്ടാൻ പോകണം. മീൻസ് ഇമോഷണൽ ബാലൻസ് എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച മാതിരി നിങ്ങൾ തന്നെ അതിനു വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രയത്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടോ അതിനെയൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിനെയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പഠിച്ചതിൽ നിന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ മുന്നിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്, എന്താണോ നിങ്ങൾ കാണുന്നത്, അതാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കാൻ പോണത്. മീൻസ് അത് മാത്രമേ നിങ്ങൾ എടുക്കുന്നുള്ളൂ. അതിനെന്താ ഏറ്റവും വലിയത് കാര്യം, ഏറ്റവും ആവശ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻ ബാലൻസ് ആവുക. ഇമോഷൻ ബാലൻസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതിനെ വേണ്ടാന്ന് വയ്ക്കണോ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ വരുത്തുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തിനോട് നിങ്ങൾക്ക് നോ പറയണോ, അതിനുള്ള ഒരു എന്താ പറയുക, അതിനുള്ള ഒരു സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങൾ ഒരു പുതിയ പേഴ്സൺ ആവാൻ പോവുകയാണ്. പഴയ നിങ്ങളുണ്ടല്ലോ, മീൻസ് അതിനെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂടി വെക്കുകയാണ് ചെയ്യണത്. മീൻസ് അതിന് സത്യം പറയുക, അതിന് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്ന മാതിരിയാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. നിങ്ങളുടെ പഴയ നിങ്ങൾ എന്താണോ അത് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. മീൻസ് ഇനി നിങ്ങൾ അതാണ് ചെയ്യാൻ പോണത്. നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരെ എന്താ പറയുക സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ നോക്കിയാൽ മറ്റുള്ളവരെ സന്തോഷപ്പെടുത്തണം, അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അതേമാതിരി തന്നെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്തത് നിങ്ങൾ അവരോട് നോ പറയാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അത് നിങ്ങൾ കുറേ അനലൈസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ അതേമാതിരി തന്നെ ഏതാണോ നിങ്ങൾക്ക് എന്തിനെയാണോ പിടിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തിനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വെക്കേണ്ടത് അതിനെ നിങ്ങൾ വെക്കുന്നുണ്ട്, അല്ലാത്തതിനെ നിങ്ങൾ മീൻസ് പുറന്തള്ളുന്നുണ്ട്. പിന്നെ വേറെ എനർജി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പുതിയതായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ നല്ല കുറേ റിസൾട്ടൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അക്കോർഡിംഗ് ആയിരിക്കും നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പോകണം. അപ്പോൾ അത് നിങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അതാണ് കാണുന്നത്, നിങ്ങൾ കുറേ കാര്യങ്ങൾ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്രീ പ്ലാൻ എന്താണോ ചെയ്തിരിക്കുന്നത് ആ പ്ലാനിങ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു. അതാണ് നിങ്ങൾ ചെയ്യാൻ പോണത്. ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, എനിക്ക് ഈ സിറ്റുവേഷൻ വരട്ടെ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വരട്ടെ എന്നാലേ ഞാൻ ആ കാര്യം ചെയ്യുള്ളൂ, അങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഏത് സിറ്റുവേഷനാണോ ആ സിറ്റുവേഷനിൽ നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ അതാണ് ചെയ്യാൻ പോകണം. മീൻസ് ആ എനർജി നിങ്ങളുടെ അടുത്തേക്ക് വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതേമാതിരി തന്നെ കുറേ പേര് മീൻസ് കുറേ ഡിഗ്രി കോഴ്സിനൊക്കെ പോകുന്ന മാതിരി കാണുന്നുണ്ട്. അതേമാതിരി തന്നെ വേറെയും മീൻസ് ഹയർ എഡ്യൂക്കേഷന് പോകാനുള്ള പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള അഡ്മിഷനൊക്കെ കിട്ടാൻ പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതേമാതിരി തന്നെ നിങ്ങൾ പുറത്ത് പോകാനും നിങ്ങൾ കുറേ പേര് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ചിലവരുടെ ഇതിൽ എനിക്ക് കാണുന്നത്, സോറി ടു സേ എനിക്കിത് പറയേണ്ടി വരുന്നു, ഡിവോഴ്സൊക്കെ ഒരു ഡിവോഴ്സിൻ്റെ എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. അതിനുള്ള ഒരു ഡിസിഷനും നിങ്ങൾ എടുക്കുന്ന മാതിരിയാണ്. മീൻസ് ഇപ്പം നിങ്ങൾ ഇമോഷണൽ അല്ല, നിങ്ങൾ ഇമോഷണലായിട്ടല്ല ഡിസിഷൻ എടുക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ ഇമോഷണലി സ്റ്റേബിളായി, ഞാൻ പറഞ്ഞില്ല ഇമോഷണലി നിങ്ങൾ ബാലൻസ് ആയിട്ട് പഴയതിനെയൊക്കെ മറന്നിട്ട് നിങ്ങൾ മുന്നിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചിലവരുടെ കേസിൽ അതിൽ 1% ആയിരിക്കും അത് ഇതിൽ കാണിക്കുന്നുണ്ട്, എനിക്ക് പറയേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഫ്രണ്ട്സ് ഞാൻ പറയണത്. സോ അവർക്ക് നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന ഒരു മീൻസ് ഓക്കെ ഇനി എനിക്ക് ഞാൻ വിചാരിക്കണ മാതിരി മതി, അല്ലെങ്കിൽ ഇനി മീൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇതാവേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നതായിട്ടും നിങ്ങളൊരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ,
സോ കുറച്ചുകൂടെ നമുക്ക് നോക്കാം ഒരു ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിങ്ങളുടെ എനർജി. അതേമാതിരി തന്നെ ലൂണാർ എക്ലിപ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോണത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോണത്, അതിനെപ്പറ്റി നോക്കാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, ഇവിടെ ടവർ മൂമെൻറ്റ് വരുന്നുണ്ട്. ടവർ മൂമെൻറ്റ് എന്തിനാ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ ടവർ മൂമെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, കുറേ കൊടുങ്കാറ്റുകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ അനലൈസ് ചെയ്തിട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ബാഡ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് മാതിരി, മീൻസ് ഫേസ് ചെയ്തിട്ട് നിങ്ങൾ മുന്നിൽ വരണ മാതിരിയാണ് കാണുന്നത്. മീൻസ് ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഇമോഷണൽ സ്റ്റേറ്റസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അഥവാ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വന്നാലും അത് ഞാൻ ഫേസ് ചെയ്തോളാം എന്നുള്ള ഒരു ഡിസിഷൻ നിങ്ങൾ സ്വയം എടുക്കുന്ന മാതിരിയാണ് കാണുന്നത്. മീൻസ് അതിനെ നിങ്ങൾ പിന്മാറുന്നില്ല ഇൻ ദ സെൻസ് നിങ്ങൾ അതിനെ അവോയ്ഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ, ബാഡ് സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ വരികയാണ് എന്ന് പറഞ്ഞു, ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം, സ്റ്റുഡൻസിൻ്റെ തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ ചിലവർക്ക് ഒരു പേടി ഉണ്ടാവും, മീൻസ് എൻ്റെ റിസൾട്ട് എന്താവുമോ എന്ന്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ ചേട്ടന്മാരോടോ അല്ലെങ്കിൽ ചേച്ചിമാരോടോ അല്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ പറയണ, നിങ്ങൾ നോക്കൂ എൻ്റെ റിസൾട്ട്, ഞാൻ നോക്കുന്നില്ല, എനിക്ക് പേടിയാണ് എന്ന് പറയണം. പക്ഷേ അതല്ല ഇപ്പോഴത്തെ ഇനി വരാൻ പോണത്. നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, റിസൾട്ട് പാസ് ഓർ ഫെയിൽ, അല്ല ഫസ്റ്റ് റാങ്ക് ആണോ സെക്കൻഡ് റാങ്ക് ആണോ എന്താണോ, എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ, അത് എന്തൊക്കെയാണെങ്കിലും കുഴപ്പമില്ല, ഞാൻ തന്നെ നോക്കിക്കോളാം എന്നുള്ള ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, നിങ്ങൾ സ്വയം നോക്കുന്ന ആ റിസൾട്ട്. അപ്പോൾ ആ ഒരു ധൈര്യം മീൻസ് അതിനുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. മീൻസ് അത് നിങ്ങൾ കണക്ട് ചെയ്യുക. ഞാൻ സ്റ്റുഡൻസിൻ്റെ എപ്പോഴും ഒരു എക്സാമ്പിൾ പറയണത് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ മീൻസ് സിറ്റുവേഷൻസ് എന്താണോ അതനുസരിച്ചിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് അത് മീൻസ് സിറ്റുവേഷൻസ് നിങ്ങൾ കണക്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾ റെസൊനേറ്റ് ചെയ്യാൻ നോക്കുക. ഓക്കെ, സോ അത് ഇപ്പോൾ ഇതൊക്കെ വന്നാലും നിങ്ങളുടെ മീൻസ് ഗൈഡൻസ് നമുക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാം, എന്ത് ഗൈഡൻസ് ആണ് ഈ സിറ്റുവേഷനിലൊക്കെ നിങ്ങൾക്ക് തരാൻ പോണത് എന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തൊക്കെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ കർമ്മ ഇതുണ്ടായിരുന്നു. മീൻസ് നിങ്ങൾ അനുഭവിച്ചത് അത് നിങ്ങളുടെ ഒരു ഇതായിരുന്നു. മീൻസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരേണ്ടതായിരുന്നു. പറയില്ലേ ശനി എന്ന് പറയില്ലേ, ആ ശനി ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളുടെ. അപ്പോൾ അതാണ് ഈ സ്റ്റോം ബേണിംഗ് എന്ന് പറഞ്ഞത്. മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സിറ്റുവേഷൻ അത് വരേണ്ടതായിരുന്നോ അത് നിങ്ങൾക്കത് അനുഭവിക്കേണ്ടതായിരുന്നു. അത് നിങ്ങളുടെ തലയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ അനുഭവിച്ചേ തീരൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് അനുഭവിക്കണം, അതിനെ ഫേസ് ചെയ്യണം. അതിൽ നിന്ന് ഓടി മറഞ്ഞാൽ കാര്യമില്ല. അതിൽ നിന്ന് പേടിച്ച് മാറിയിട്ട് നമ്മൾ ആ സിറ്റുവേഷൻ ഫേസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ റിസൾട്ട് അറിയില്ല. മീൻസ് എന്താണോ റിസൾട്ട്, ഏതാണോ റിസൾട്ട്, അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പഴയ കുറേ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ട്, അതൊക്കെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അതേമാതിരി തന്നെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഇമോഷണൽ സ്റ്റേബിലിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് കൊണ്ട് നിങ്ങൾ മുന്നിൽ ഇനി എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്, അതാണ് നിങ്ങൾ ആലോചിക്കണം. അല്ലാണ്ട് പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറഞ്ഞ മാതിരി പാസ്റ്റിൽ എന്ത് നടന്നാലും നിങ്ങൾ അതിനെ മറന്നു കളഞ്ഞോ, അതിനെ ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങോട്ട് നിങ്ങൾ മൂടിയിട്ടു. ഇനി പോണത് എന്താണ്, വാട്ട് ഈസ് നെക്സ്റ്റ്, അതാണ് നിങ്ങളുടെ പ്ലാനിങ് ആണ്. നിങ്ങൾ സ്ട്രാറ്റജീസ് ഉണ്ടാക്കണോ, നിങ്ങൾ പ്ലാനിങ് ചെയ്യണോ, നിങ്ങൾ അതിനെ പറ്റിയിട്ട് മീൻസ് ഓരോരോ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യണോ നിങ്ങൾ. അല്ലാതെ നിങ്ങൾ വേറെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നിൽ എന്താണ്, എന്തൊക്കെ ആയാലും ഇനി ഇമോഷണലായിട്ട് ഞാൻ ആ
ആരെയും സ്വയവും ബുദ്ധിമുട്ടില്ല, അതേമാതിരി തന്നെ മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. അങ്ങനെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്ന മാതിരിയാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഗ്ലൂമി ആയിരിക്കുമ്പോഴോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുമ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നമ്മളുടെ മൈൻഡിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി വിചാരിക്കുമ്പോഴോ ഗ്രഡ്ജസ് ഒക്കെ വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റി അവരെ എന്താ ചെയ്യേണ്ടത് അവരെ ഇനി ഞാൻ എങ്ങനെ മീൻസ് ലെഗ് പുള്ളിങ് ചെയ്യണം, അവരെ ഇങ്ങനെ ഞാൻ ഇത് ചെയ്യണം, അവരെ പറ്റി എന്താ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടത്, അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ സ്വയം എന്താ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അത് നിങ്ങൾ മീൻസ് അത് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അത് ടൈം വേസ്റ്റായി പോകണം. അപ്പോൾ അത് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്നില്ല, അതാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ നിങ്ങളുടെ മീൻസ് ഇന്നർ ഫോഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, ആഗ്രഹങ്ങൾ, അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അതേമാതിരി തന്നെ ഈശ്വരൻ ഇപ്പോൾ സന്തോഷിക്കുകയാണ്. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ബുദ്ധി തോന്നിക്കുന്ന മാതിരിയാണ് പറയുന്നത് ഈശ്വരൻ. അത് സ്പിരിച്വാലിറ്റിയിലേക്ക് നിങ്ങൾ പോകുന്ന മാതിരി. സ്പിരിച്വാലിറ്റി ഇൻ ദ സെൻസ് അവനവനെ അറിയുക, അവനവൻ്റെ കഴിവുകളെ മനസ്സിലാക്കുക, അവനവൻ്റെ സ്വന്തം എന്താണോ ഞാൻ എന്താണോ അത് മനസ്സിലാക്കിയിട്ട് മുന്നിൽ പോവുക. അല്ലാണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ജീവിതം അതല്ല നിങ്ങൾ ഇനി ജീവിക്കാൻ പോണത്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ്. നിങ്ങൾ എന്താണോ അതിനെ മീൻസ് നിങ്ങൾ എന്താണോ അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനുള്ള ഒരു ധൈര്യം, അതിനുള്ളൊരു മനസ്സ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇനി തൊട്ട് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിനെ കൊണ്ടുപോകാൻ പോണത്. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹലോ ഫ്രണ്ട്സ്, ഈ സെക്കൻഡ് പൈൽ സിൽവർ കളർ മോതിരം അല്ലെങ്കിൽ റിങ് ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിംഗ് എന്താണെന്ന് നോക്കാം. അവർക്ക് ഈ ലൂണാർ എക്ലിപ്സിന് ശേഷം അവർക്ക് എന്താണ് അവരുടെ ജീവിതത്തിൽ വരാൻ പോണത്, എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോണത് എന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ് പൈലിൻ്റെ വ്യൂവേഴ്സിന് എന്താണ് മെസ്സേജ്? താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഡിവൈൻ, താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു. സോ ഫ്രണ്ട്സ്, ഓക്കെ, ടവർ മൂവ്മെൻറ്റ് ഈ ഫസ്റ്റ് പൈലിലും വന്നിട്ടുണ്ടായിരുന്നു. ടവർ മൂവ്മെൻറ്റ് ഇതിലും വരുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മീൻസ് നിങ്ങളുടെ കുട്ടിത്തങ്ങളൊക്കെ മാറിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവ് വെച്ച മാതിരി ആണ് ഇവിടെ കാണുന്നത്. അറിവ് എന്തിൽ വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറേ എക്സ്പെക്റ്റ് ചെയ്യുമായിരുന്നു. മീൻസ് എന്ത് ചെയ്യുന്നതിലും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് എക്സ്പെക്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും ശരി അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലായാലും ശരി എന്തിലാണെങ്കിലും ശരി നിങ്ങളൊരു ടെസ്റ്റിംഗ് പീരീഡ് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ടെസ്റ്റിംഗ് പീരീഡിൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു ഇമോഷണലി അൺബാലൻസ് ആവും. മീൻസ് അത് എന്താവും എന്ന് വിചാരിച്ച് നിങ്ങളുടെ എന്താ പറയുക കുറേ ടൈം ഉണ്ടല്ലോ, വേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ടൈം നിങ്ങളതിൽ വേസ്റ്റാക്കും. അപ്പോൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇരിക്കുമ്പോൾ അത് പിന്നെ ചിലപ്പോൾ അതിൻ്റെ നല്ല റിസൾട്ട് ആയിരിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇമോഷണലി ഡൗൺ ആവും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ പിന്നെയും അതിന് വേണ്ടി തന്നെ ട്രൈ ചെയ്യും. അപ്പോൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ആവുന്നതായിട്ടാണ്. കാരണം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണ് കൂടുതലും കാണിക്കുന്നത്. അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ഡിപ്പെൻഡൻ്റ് ആണ്. മീൻസ് ഡിപ്പെൻഡൻ്റ് ഇൻ ദ സെൻസ് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ എന്താ പറയുക
നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് എൻ്റെ അഭിപ്രായത്തിന് വേണ്ടി നിങ്ങൾ ചിലപ്പോൾ കാത്തു നിൽക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് മറ്റുള്ളവർ നിങ്ങളെത്ര ചെയ്തു കൊടുത്തോ അതിൽ നിന്നിട്ട് അത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തു നിൽക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സെൻറ്റിമെൻറ്റ്സിന്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഫീലിങ്സിനൊക്കെ വാല്യൂ കൊടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ്. അപ്പോൾ നിങ്ങളെ ഇപ്പം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ബുദ്ധി വന്ന മാതിരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോ കടന്നു വന്ന മാതിരി. അപ്പോൾ കടന്നു വന്ന ആ പേഴ്സൺ ഉണ്ടല്ലോ, ആ പേഴ്സൺ നിങ്ങൾക്ക് കുറേ അത് കടന്നു വന്നത് ഈശ്വരൻ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടത്തിയതാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് ടവർ മൂവ്മെൻറ്റ്സ് മീൻസ് അത് നിങ്ങളെ എന്താ പറയുക, ഒരു കൊടുങ്കാറ്റ് മാതിരി നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമായിരിക്കും. അത് നിങ്ങൾക്കൊരു ലെസൺ തന്നു. അതൊരു ലെസൺ തന്നു എന്ന് തന്നാൽ അപ്പം നിങ്ങൾ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെസൺ കിട്ടിയപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരാളുടെ അടുത്തു നിന്ന് ഒരു ബാക്ക് സ്റ്റാബിങ്ങോ വല്ലതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലായി. ഇനി ഇങ്ങനെയൊക്കെ ഈ വിഡിത്തങ്ങൾ, അല്ലെങ്കിൽ എന്നെ കൂടാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ കാര്യം ഒന്നും നടക്കുന്നില്ല എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് വന്നത് മാതിരിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത് അനുസരിച്ചിട്ട് മീൻസ് മറ്റുള്ളവരെ നിങ്ങളെ എങ്ങനെയാണോ പോർട്രേറ്റ് ചെയ്യണത് അത് നിങ്ങൾക്ക് മനസ്സിലായ മാതിരി. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ ചില ആൾക്കാരെ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന മാതിരി, എന്നിട്ട് നിങ്ങൾക്കൊരു അറിവ് തന്ന മാതിരിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ അറിവ് കൊണ്ട് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളധികവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്കാണ്. അപ്പം നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, പെരുമ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഫെയിം, നെയിം, അതേമാതിരി തന്നെ നിങ്ങൾക്ക് കിട്ടേണ്ട അബണ്ടൻസ് അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എനർജി, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സ്പാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ടാണ്. അല്ലെങ്കിൽ ആരോ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വഴി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന മാതിരി. അത് ചിലപ്പോൾ ഈശ്വരനാവാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരോ ആരെങ്കിലും മീൻസ് അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവണം, റിലേറ്റീവ്സ് ആവണം, അങ്ങനെയൊന്നുമില്ല. ആരോ ഒരാൾ വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അതൊരു സോഷ്യൽ മീഡിയയിലാവാം. അപ്പോൾ ആരെങ്കിലും നിങ്ങളെ ഇങ്ങനെ മീൻസ് അത് നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയ മാതിരി, എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജീവിതത്തിൽ അതിനെപ്പറ്റിയുള്ള ഒരു നോളേജ് നിങ്ങൾക്ക് തരുന്നതായിട്ട്, നിങ്ങൾ എന്ത് ചെയ്താലാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി, അബണ്ടൻസ്, അല്ലെങ്കിൽ നെയിം, ഫെയിം അതൊക്കെ കിട്ടുക എന്നുള്ളത് കാണിച്ചു തരുന്ന മാതിരിയാണ് ഇവിടെ കാണുന്നത്. അതേമാതിരി തന്നെ ഓക്കെ മീൻസ് ഇതിലും വരുന്ന എന്താണ് പറഞ്ഞാൽ ലീഗലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ മീൻസ് നിങ്ങൾക്ക് വല്ല കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്യേണ്ടി വരുമായിരിക്കും. അതേമാതിരി തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ സങ്കടങ്ങൾ വരുത്തിക്കുമായിരിക്കും. അല്ലെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ചില ഡിവോഴ്സ് കേസോ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ചിലപ്പോൾ വീട് വിറ്റ് പോവുക, അല്ലെങ്കിൽ സ്ഥലം വിറ്റ് പോവുക, അങ്ങനെയൊക്കെ വല്ല എന്തെങ്കിലുമൊക്കെ ഒരു ലീഗലായിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യേണ്ടി വരും. പക്ഷെ അത് നിങ്ങൾ സൂക്ഷിച്ച് വേണം സൈൻ ചെയ്യാനും. അതേമാതിരി തന്നെ നിങ്ങൾ അതിനെ മീൻസ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇത് വരാൻ പറ്റില്ല. മീൻസ് അത് നിങ്ങളെ പാർട്ട് ചെയ്യാൻ പറ്റില്ല. മീൻസ് അത് നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു എന്തെങ്കിലുമൊക്കെ നോക്കി വേണം നിങ്ങൾക്കത് ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് സങ്കടങ്ങൾ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അപ്പം അതിൽ നിന്നിട്ട് ഇനിയിപ്പോൾ മീൻസ് ചിലവരുടെ കാര്യത്തിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല ജോലിയൊക്കെ ചെയ്യാൻ പോവുകയാണെങ്കിൽ, അപ്പോൾ നിങ്ങളെ ആരെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ആരോ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നുണ്ട് കാണുന്നുണ്ട്. പക്ഷെ ആ സഹായി നിങ്ങളിൽ നിന്നിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റ് ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിച്ച് വേണം
ചെയ്യാം. മീൻസ് ഇപ്പോൾ ചിലവർ പറയുമായിരിക്കും നിനക്ക് ഞാൻ സഹായിക്കാം നിന്നെ, അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമെന്ന് ഇപ്പോൾ ഒക്കെ പറഞ്ഞിട്ട് വല്ലതുമൊക്കെ ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അപ്പം നിങ്ങളത് ആ പേപ്പേഴ്സൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വേണം സൈൻ ചെയ്യണം, നല്ല പോലെ വായിച്ചിട്ട് വേണം സൈൻ ചെയ്യാൻ, അല്ലാതെ കണ്ണടച്ച് ഒന്നും സൈൻ ചെയ്യരുത്. ഓക്കെ, സൈൻ ചെയ്യരുത്. അതേമാതിരി തന്നെ നിങ്ങളുടെ മീൻസ് ആ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നിവർത്തികേട് കൊണ്ട് നിങ്ങൾ അതൊക്കെ ഇങ്ങനെ ചെയ്യുമായിരിക്കും എന്തെങ്കിലും പോലും. മീൻസ് അത് അല്ലെങ്കിൽ നിങ്ങളെ തമാശയായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ ആര് നിങ്ങളെ സഹായിക്കുന്നു അവരെ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമായിരിക്കും. പക്ഷേ വിശ്വാസം എത്രയാണെങ്കിലും അതൊക്കെ ഒന്ന് വേറെ സൈഡാണ്. പക്ഷെ നമ്മളുടെ സ്വന്തം ഒരു ജീവിതം ഉണ്ടല്ലോ, അതൊരു വേറെ സൈഡാണ്. അത് എത്ര ക്ലോസ് റിലേഷൻ ആയാലും ശരി, എത്ര പുറത്തെ ആളായാലും ശരി, എത്ര വിശ്വാസമുള്ള ആളായാലും ശരി, വായിച്ച് നോക്കി എന്നിട്ട് വേണം നിങ്ങളത് സൈൻ ചെയ്യാൻ. അങ്ങനെ കണ്ണടച്ചുകൊണ്ട് ആരെയും വിശ്വസിക്കരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഇതായിട്ട് മീൻസ് ഒരു ഗൈഡൻസ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഏഞ്ചൽസ് തരണ, അല്ലെങ്കിൽ ഡിവൈൻ സ്പിരിറ്റ്സ് എന്താണ് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് ഈ ലൂണാർ എക്ലിപ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരണമെന്ന് നോക്കാം. ഓക്കെ, ഫ്രണ്ട്സ്, ഈ സൈൻ ചെയ്യുന്നതിൽ മീൻസ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഇതിൽ നിങ്ങൾ എന്തൊക്കെയോ സൈൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ആരൊക്കെയോ ആയിട്ട് കൂടുന്നതായിട്ടും ഉണ്ടാവാം, ചിലപ്പോൾ സെപ്പറേറ്റ് ആവുന്നതുമായിട്ടും ഉണ്ടാവും, ചിലവർ നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ടും ഉണ്ടാവും. അതൊക്കെ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു എന്നാണ് ഇതിൽ കാണിക്കുന്നത്. കഴിഞ്ഞ ഫസ്റ്റ് പൈലിലും ഇതന്നെയാണ് അഡ്വൈസ് തന്നെയാണ് വന്നിരിക്കുന്നത്. മീൻസ് കുറേ പേരെ നിങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എപ്പോഴും ജീവിക്കുമ്പോൾ അതിലെന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ തന്നെ മറ്റുള്ളവരെ മാറ്റി നിർത്തുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ആ ആൾക്കാർ വരേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് വേണമായിരുന്നു നിങ്ങൾക്ക്, എന്നാലേ നിങ്ങൾ പഠിക്കുള്ളൂ എന്ന് പറയില്ലേ, അതാണ്. മീൻസ് അത് ഒരു ശനിയുടെ ഇതൊക്കെ നിങ്ങളുടെ ഇതിന്ന് ഒഴിഞ്ഞു മാറുന്നതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾക്ക് ഒരു ലെസൺ പറഞ്ഞു തന്നിട്ടുണ്ടാവും, ഒരു അറിവ് അല്ലെങ്കിൽ ഒരു നോളേജ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ആ നോളേജ് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കൽ കൊണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇനി മുന്നിൽ പോകുമ്പോൾ എന്തും ഏതും മീൻസ് അത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ആരൊക്കെ ഉണ്ടോ അവരുടെ നല്ലതിന് വേണ്ടിയിട്ട് നിങ്ങൾ സേഫ്റ്റി ആയിട്ടും സെക്യൂറായിട്ടും അതേമാതിരി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാതിരിയും, അല്ലെങ്കിൽ നിങ്ങളെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന മാതിരിയും വേണം നിങ്ങളുടെ ഇനിയുള്ള ജീവിതങ്ങൾ കൊണ്ടുപോകാൻ. ഓക്കെ, എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി കിട്ടുള്ളൂ, എന്നാലേ നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് വരുള്ളൂ. അത് ചിലപ്പോൾ അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ അത് ഫൈനാൻഷ്യൽ മാത്രമല്ല, നിങ്ങൾക്ക് സ്പിരിച്വലിയും അതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വരുള്ളൂ. ഓക്കെ, സോ ഫ്രണ്ട്സ്, ഇതൊരു ചെറിയ റീഡിംഗ് ആണ്. ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക, അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.